നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ്. ഒക്ടോബർ 9 മുതൽ 15 വരെ സഫ ജ്വല്ലറിയുടെ മേലാറ്റൂർ, വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ. സഫ ജ്വല്ലറി. ചോക്കാടങ്ങാടിയിൽ മലയോര ഹൈവേ നിർമ്മാണം തടസ്സപ്പെട്ടതിന് പരിഹാരമായി. MLA AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. ചോക്കാടങ്ങാടിയിൽ 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനും ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുക്കാൻ കെട്ടിട ഉടമകളും തയ്യാറായി. ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് ആ വർക്ക് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റില്ല. പൂർത്തീകരിക്കാം. അപ്പോൾ കുറച്ച് ടാറിങ് മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റും. ബാക്കി വരുന്ന ഭാഗം നമുക്ക് പിന്നീടുള്ളത് നമ്മുടെ ടൗൺ അങ്ങാടിയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഇനി അങ്ങാടിയുടെ ഭാഗം നമുക്ക് പൂർത്തീകരിക്കാതിരിക്കാൻ കഴിയില്ല. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് കൊണ്ടാണ് അല്പം ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു യോഗം നടത്താനുള്ള തീരുമാനം എടുത്തു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനകീയ സമിതിയും KRFB ഉദ്യോഗസ്ഥരും ULCC ജീവനക്കാരും ചർച്ചയിൽ പങ്കെടുത്തു. 15 മീറ്ററിൽ റോഡ് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണ് ഒരു വർഷത്തിലേറെ പ്രവൃത്തി മുടങ്ങാൻ കാരണമായത്. അതോടൊപ്പം 12 മീറ്ററിൽ കൂടുതലുള്ള ഭാഗം കല്ലിട്ട് സംരക്ഷിക്കാനും തീരുമാനിച്ചു. അങ്ങാടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MLAയുടെ നയപ്രകാരം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന തീരുമാനപ്രകാരം ഇന്നത്തെ മീറ്റിങ്ങിൽ അത് അങ്ങാടിയുള്ള വിഷയം ഏകദേശമല്ല 100% ധാരണയിലെത്തിയിട്ടുണ്ട്. അങ്ങാടിയുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജാണ് ഒരു വിഷയം. ആ ഡ്രെയിനേജ് പൂർണ്ണ രീതിയിൽ ആസ്തി നമ്മുടേതാണ്. വീട് ആസ്തിയാണ്. തികച്ചും അത് എല്ലാവരുടെയും പിന്തുണയോടുകൂടി, സഹകരണത്തോടുകൂടി, ബിൽഡിംഗ് ഓണേഴ്സും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അത് നമുക്ക് ഒരു കൂട്ടായ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രയത്നിക്കാൻ മാത്രമാണ് ഈ കാര്യത്തിൽ അറിയിക്കാനുള്ളത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഉച്ചക്ക് കൂടിയ സർവകക്ഷി യോഗത്തിൽ നമ്മുടെ അങ്ങാടിയുടെ റോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമായി. ബഹുമാനപ്പെട്ട MLA ആദ്യം നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സുമായി കാര്യങ്ങൾ സംസാരിക്കുകയും നിലവിൽ അവിടെ നിലവിലുള്ള ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ റോഡിലേക്ക് കൂട്ടിച്ചേർക്കാമെന്നും ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഇവിടുത്തെ പൗരസമിതിയിലെ ആളുകളോട് വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്കവിടെ ചെയ്യാനുള്ള പ്രവർത്തനം എന്താ വെച്ചാൽ നിലവിൽ ഡ്രെയിനേജ് 2 ഭാഗത്തെയും ഡ്രെയിനേജ് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചിലപ്പോൾ 12 മീറ്റർ കൂടുതലുണ്ടാവാം. എന്നാൽ മിനിമം 12 മീറ്റർ റോഡ് വീതി ഉൾപ്പെടുത്തി അതിനേക്കാൾ കൂടുതലതിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് റോഡിൻ്റെ ആവശ്യത്തിനും ബാക്കിയുണ്ടെങ്കിൽ പാത്വേ നടപ്പാതെ എന്തെങ്കിലും ആയിട്ട് മാറ്റി വെക്കാനുള്ള തീരുമാനമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോകും. ആ ഒരു കാര്യം PWD എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. നാളെ തന്നെ അവിടെ നിലവിലുള്ള മെഷർമെൻ്റ് അളന്ന് അത് PWD എഞ്ചിനീയർ കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർമാരെ വർക്ക് പൂർത്തീകരിക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നല്ല രൂപത്തിലാണ് ഈ പ്രവർത്തനം ഇന്നോടെ തീർന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്